സ്മിത, പടയണിയെ കുറിച്ചൊക്കെ അറിയാലോ. രണ്ടുതരം പടയണികളാണ്. അപ്പൊ പത്തനംതിട്ടയില് ഉള്ളത് ഇത് ആറന്മുളയില് വേറെയാണ്. അപ്പൊ ഈ പടയണിയെ കുറിച്ച് ഒന്ന് പറയാൻ ഇവിടെ ആരാണ് ഉണ്ടായിരുന്നത്? പടയണിയുടെ ആശാന്മാരാണ്. പടയണിയുടെ ആശാനാരാ? പടയണിയുടെ ആശാൻ. ഓക്കെ, സന്തോഷല്ലേ? സന്തോഷം. ഇങ്ങോട്ട് നോക്കിയേ, കൊട്ടാരക്കരയില്ലേ വീട്? കൊട്ടാരക്കര മേലിലെ അമ്മ വീട്. UPSC പഠിപ്പിച്ചാ ഞാൻ. ടീച്ചറായിരുന്നല്ലേ? ഞാൻ പഠിപ്പിച്ചതെന്ന് അറിയാനാ ചോദിച്ചത്. ഞാൻ പഠിപ്പിച്ചാണ്. അമ്മ പഠിപ്പിച്ചില്ല, അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെ കാണുന്നത്. പടയണിയെ കുറിച്ച് ആരാ പറയുന്നത്? തള്ളരുതേ. ഈ പത്തനംതിട്ട പടയണിയെ കുറിച്ച് അങ്ങോട്ട് നടന്നാലോ? നടന്നാൽ ഒരു പ്രയാസമില്ല. പിന്നെ പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് 34ഓളം കരകളിൽ സജീവമായി പടയണി നടക്കുന്നുണ്ട്. പടയണി ഒരു അനുഷ്ഠാന കലയാണ്. അത് ദേവീക്ഷേത്രങ്ങളിലാണ്, തെക്കൻ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിലാണ് ഈ പടയണി കൊണ്ടാടുന്നത്. അത് ക്ഷേത്രോത്സവങ്ങളോടനുബന്ധിച്ചായിരിക്കും ഈ പടയണി നടക്കുന്നത്. ഒരേ സമയം ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും തലമാണ് പടയണിയിലെങ്കിലും അതിൽ ധാരാളം സാമൂഹിക അംശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം തന്നെ പുലവൃത്തമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ പുലവൃത്തം കാർഷിക വൃത്തിയുടെ അടയാളങ്ങളാണ്. ഈ കുട്ടികളെ അവരുടെ കൈമൈ ചലനങ്ങളിലൂടെ പാടം ഒരുക്കുന്നതും അതേപോലെ തന്നെ ഞാറ് നടുന്നതും ഞാറ് പറിക്കുന്നതും കൊയ്യുന്നതും മെതിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കാർഷിക വൃത്തിയുടെ അടയാളങ്ങളുണ്ട്, ജാതിക്കും മതത്തിനും അതീതമായുള്ള കൂട്ടായ്മയുണ്ട്, അതേപോലെ തന്നെ പ്രകൃതി സംരക്ഷണമുണ്ട്. പിന്നീട് പടയണിയിൽ നിറഞ്ഞു നിൽക്കുന്ന ജീവതാളം അത് മനുഷ്യനിലും പ്രകൃതിയിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ശാസ്ത്രസത്യമുണ്ട്, അതിജീവനത്തിന്റെ ചിത്രങ്ങളുണ്ട്. അപ്പോൾ നഴ്സിംഗ് വിദ്യാർത്ഥികളല്ലേ? ഞങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് നിങ്ങളാണ് അറിയേണ്ടത്. നിങ്ങൾ അറിഞ്ഞായിരുന്നു നമ്മുടെ പര്യടനത്തെ കുറിച്ച്? ഇന്നലെ പത്തനംതിട്ട വെച്ച് സാറിനെ കണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഒന്ന് ചേർത്തോണം. കാര്യം ആൾക്കാർ ഇതിന് ശാസ്ത്രം ഉണ്ടെന്നൊക്കെ പറയും. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് വികാസം ഉണ്ടാകും എന്നൊക്കെയുള്ള മണ്ടത്തരങ്ങളൊക്കെ എഴുന്നള്ളിക്കും. നിങ്ങൾ വേണം ഫൈറ്റ് ചെയ്യാൻ. നിങ്ങൾ റെഡിയാണോ? റെഡിയാണല്ലോ. നിങ്ങളെ വിശ്വസിച്ചാൽ ഞാൻ അങ്ങോട്ട് നീങ്ങുക. ഇനി ഇത്തിരി പടയണിയാണ്, നമുക്ക് ഒന്നിച്ചു പോവാം. വരൂ. അപ്പൊ ചേട്ടാ, നമുക്ക് പടയണി തുടങ്ങിയല്ലോ. ആയിക്കോട്ടെ സാറേ, നമുക്ക് ഈ പടയണി പുലവൃത്തമാണ്, അതിലേക്ക് ഒന്ന് പോകാം. പുലവൃത്തം. അപ്പൊ നമുക്ക് ഇതിന്റെയോടൊപ്പം പാട്ടുണ്ട്. അപ്പൊ ഇവിടെ അത് ഞങ്ങളെല്ലാം കൂടെ പാടും. അപ്പൊ ഈ കുട്ടികൾ അതിനനുസരിച്ച് ചുവടുകൾ വെക്കും. എന്ത് ചെയ്യുക രാജേന്ദ്രൻ? നിങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നോളൂ, പടയണി കണ്ട് നമുക്ക് ആസ്വദിക്കാം. എല്ലാരും ഇതിനടുത്തോട്ട് ചേട്ടൻ പാട്ടുകാരെ സജ്ജമാക്കിയോട്ടെ. നമ്മുടെ ജോലി എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ. da
ഏതായാലും നമ്മുടെ പടയണിയുടെ ചില അംശങ്ങൾ കാണിച്ചു തന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. VPS ലേക്ക് ഷോർ പ്രസന്റ് SKN40 തുടരുകയാണ്. അപ്പൊ നമുക്ക് മിനിറ്റ് ഓർക്കാതെ വയ്യ. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. അപ്പൊ ടീച്ചറെ സുഖാണല്ലോ?